വചനം വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ജോയിച്ചായം പേടിക്കണ്ട, അതീ സാബു വേണ്ട പോലെ ചെയ്തോളാം. കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഹാ, അച്ചായം പേടിക്കാതിരി, നമ്മളിത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ആ ശരി. എന്താ കാര്യം? വൈകിട്ട് ചെറിയൊരു പണിയുണ്ട്. ആരാ? നമ്മുടെ ടാക്സി ഓടിക്കുന്ന ആന്റണി. പണി കൊടുക്കാനാണോ? ഒന്ന് പേടിപ്പിച്ചാ മതി എന്ന് അച്ചായൻ പറഞ്ഞത്. സാബു, പിന്നെ എനിക്കൊന്ന് വീട്ടിലേക്ക് പോണായിരുന്നു. വൈകിട്ടേ വന്നേക്കാം. എന്താ വീട്ടില്? അല്ല, 3-4 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. ഇന്നും ചെന്നില്ലെങ്കിൽ അച്ഛൻ... എടാ, നിനക്കൊക്കെ നാണമില്ലടാ. അവന്റെ ഒരു അച്ഛനും അമ്മയും. എടാ, ഞാൻ നിന്റെ കൂടെയൊക്കെ പണിക്ക് വരുന്ന കാര്യം വീട്ടിലാർക്കും അറിയില്ല, അതുകൊണ്ടാ. എടാ, അവരറിഞ്ഞാലെന്താ? കുറച്ചൊക്കെ ധൈര്യം വേണം, അല്ലാതെ ഇങ്ങനെ വീട്ടുകാരെ പിടിച്ച് ജീവിച്ചിട്ട് എന്തിനാടാ? അല്ലടാ, അത്... ഡാ, നിനക്കൊക്കെ അറിയോ, ഒരുപാട് ആദർശം പറയുന്നൊരു അപ്പന്റെ മോനാ ഞാൻ. എന്നിട്ട് ആ ആദർശവും പറഞ്ഞു നടന്നിട്ട് എന്ത് കിട്ടി? പക്ഷെ ഇന്നോ, ഈ പണിക്കിറങ്ങിയ പിന്നെ ഈ സാബുവിനുള്ള വില എന്താ? ഈ നാട്ടിലുള്ള സകല മുതലാളിമാർക്കും ഇന്ന് എന്ത് കാര്യത്തിന് ഈ സാബു വേണം? കാശിന് കാശും. എന്റെ സാബു, ഇങ്ങനെയൊക്കെ ആകാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടടാ. അതല്ലേ അരയും തലയും മുറിക്കും നിന്റെ ഒപ്പം നിൽക്കുന്നത്. അങ്ങനെ ചിന്തിക്ക്. പിന്നെ നീ ഇപ്പൊ വീട്ടിൽ പോകുന്നില്ല. നിന്റെ വീട്ടുകാരെ അറിയുമ്പോ അറിയട്ടെ. വേറെ ഏത് പണിക്ക് പോയാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പണം നിനക്കൊക്കെ ഇവിടെ കിട്ടുന്നില്ലേ? പിന്നെന്താ? അല്ല, അതുണ്ട്. അപ്പൊ അത് മതി. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്. പ്രഭാഷകൻ 37-ാം അധ്യായം 27-ാം വാക്യം. ഓ, നീ വന്നോ? എന്റെ മോനെ, നീ ഇതെവിടെയാടാ? ഞാൻ എന്തൊക്കെയായി കേക്കുന്നത്? അവനെ തല്ലി, ഇവനെ ഇടിച്ചു, അയാളെ ചെയ്തു വിളിച്ചു എന്നൊക്കെ അല്ലേ? ഇതൊക്കെ അമ്മ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേക്കുന്നത്. കണ്ടോ, നിനക്ക് തമാശ. എന്റെ ഉള്ളിലെ ആദി നിനക്ക് മനസ്സിലാവില്ല. എടാ, നീ എന്നാടാ മോനെ ഒന്ന് നന്നാവുന്നത്? ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആദ്യം ഇടിച്ച് ആ അസുഖം ഒന്നും വരുത്തി വെക്കണ്ട. മോനെ, നീ ചീത്ത കൂട്ടുകെട്ടൊക്കെ അവസാനിപ്പിച്ച് എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് പോടാ. നിനക്ക് ആവശ്യത്തിന് പഠിപ്പുള്ളതല്ലേ? ആവശ്യത്തിനല്ല, ആവശ്യത്തിൽ കൂടുതലാ പഠിപ്പ്. എന്റെ അമ്മ അതുകൊണ്ടൊന്നും കാര്യമില്ല. ജോലി വേണോ? അതിന് പണം വേണം. അത് 1-2 അല്ല, 50,000 60,000 ഒക്കെയാ ചോദിക്കണേ. അങ്ങനെ ഇപ്പൊ അവന്മാർക്ക് പണം കൊടുത്തിട്ട് ഈ സാബുവിന് ജോലി വേണ്ട. ഇതൊന്നും ഇല്ലാതെ ജോലി എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്നാ മതി. അവിടെ താരത്തിൽ എടുത്തു വെച്ചിട്ടൊന്നുമില്ല ജോലി. അതൊക്കെ പോട്ടെ, അവളെന്തേ ജോലിക്ക് പോയാ? നീ ഇതൊക്കെ ഒന്ന് മാറ്റി അലക്കി വെച്ചിരിക്കുന്ന ഡ്രസ് ഒന്ന് എടുത്തിട്. എന്തൊരു നാറ്റമാടാ. എന്റെ അമ്മേ, ഇത്തിരി നാറ്റമൊക്കെ ഉൾപ്പെടുന്നതാ എന്റെ ജോലിക്ക് നല്ലത്. പിന്നെ ആളുകളെ തല്ലുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ജോലിയാണോടാ? തുടങ്ങി. എന്റെ അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ ചെന്ന് എടുത്തു വെക്ക്. അല്ലാതെ അപ്പനെ പോലെ എന്നെ ഉപദേശിക്കാൻ വരല്ലേ. അപ്പം പറയുന്നതിൽ എന്താടാ തെറ്റ്?
ഇന്നേ വരെ ഒരാളെ കൊണ്ട് ഒരു മോശം പറയിപ്പിച്ചിട്ടില്ലാത്ത ആളാ നിന്റെ അപ്പൻ. പക്ഷെ നീ അതാണോ? അതെ, ഞാനതല്ല. ഞാൻ മഹാപോക്കിരി തന്നെയാ. എനിക്ക് ഇങ്ങനെയൊക്കെ ആവാനേ പറ്റൂ. അമ്മ ഇനി ഇതന്നെ പറഞ്ഞേക്കാനാ ഭാവമെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. അമ്മ അവളെയൊക്കെ ഒന്ന് ഓർക്കുമ്പോഴാ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത് തന്നെ. ഇനി അമ്മയും അപ്പന്റെ ക്ലാസ് തുടങ്ങാനാ ഉദ്ദേശമെങ്കിൽ മേലി ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറില്ല. നോക്കിക്കോ മോനെ, അവിടെ നിന്നേ, ഇങ്ങ് വന്നേ നീ. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നീ ഇനി ഇങ്ങോട്ട് വരാതിരിക്കണ്ട. വാ, അകത്തേക്ക് വാ, ഞാൻ ചോറെടുത്ത് തരാം. ഹലോ. നാശം, ഈ പണ്ടാരം കിട്ടുന്നില്ലല്ലോ. എന്താടാ, റിങ് ചെയ്യുന്നില്ലേ? ഇല്ലെന്ന്, അത് സ്വിച്ച് ഓഫാ. ഏയ്, സാബു അങ്ങനെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. ഇതിപ്പോ ഇസ്മായിൽ സേട്ടിനോട് എന്താ പറയാ? അയാള് സാബുവിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ എന്നെ വിളിച്ചേ. ആ ദേ, ഇത് അയാളാ സേട്ട്. ഇപ്പൊ എന്താ പറയാ? സാബു വരുമ്പോ വിളിക്കാന്ന് പറ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഹലോ, ആ സേട്ടെ, ഇത് ഞാനാ കബീറ. ഇല്ല, സ്വിച്ച് ഓഫാ. ആ, ഉടനെ ഞങ്ങളായിട്ട് കാണും. ആ ഓക്കെ, വരുമ്പോ തന്നെ വിളിക്കാൻ പറയാം. ആ ശരി. ഷേ, ഇരിക്കപ്പുറത്തില്ലാതെ ഇയാള് മാറി മാറി നമ്മളെ വിളിക്കുന്നത് എന്തിനാ? ഇതാ കട ഒഴിപ്പിക്കണ കേസാന്നേ. അത് നമ്മൾ ഒഴിപ്പിച്ചാണല്ലോ. ഇതിനിടയിൽ ഏത് വേടാവൂടം സംഭവിച്ചിട്ടുണ്ട്. കടയിൽ പോലീസ് ചെന്നിരുന്നെന്നും സേട്ടിനെ ചോദ്യം ചെയ്തെന്നും ആ പാട്ടരാജ് പറഞ്ഞു. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? അതെ, നമ്മളോട് കട ഒഴിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു, നമ്മളത് ചെയ്തു. ആ, സാബു വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഓ എന്റെ മോനെ, നീ ധൃതി പിടിച്ച എങ്ങോട്ടാ? ഒന്നവിടെ നിന്നേ. ഞാൻ പോയിട്ട് വരാമേ. മോനെ, ആനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അവൾക്കും ഇഷ്ടമായി. അതുകൊണ്ടായോ? അതിനൊക്കെ പണം വേണ്ടേ? അവർക്ക് സ്ത്രീധനമൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഒരു ധർമ്മകല്യാണമായിട്ട് നടക്കാനായിരിക്കും എന്റെ പെങ്ങളുടെ വിധി. അങ്ങനെ പറയരുത് മോനെ. നല്ല ചെറുക്കന് ചെറിയൊരു ജോലിയുണ്ട്. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൻ നേരത്തെ മരിച്ചുപോയി. വീടും കുറച്ച് സ്ഥലവും സ്വന്തമായിട്ടുണ്ട്. ഈ ദരിദ്രാവസ്ഥയിലല്ലാതെ എന്തെങ്കിലും നല്ലൊരു ജോലിയുള്ള ഒരു ചെറുക്കനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ഇന്നത്തെ എന്റെ സെറ്റപ്പ് വെച്ച് നടക്കും. പക്ഷെ എങ്ങനെയാ? ആദർശധീരനായ പുതിയടത്ത് ദേവസിക്ക് എന്റെ കാശ് വേണ്ടല്ലോ. എന്തിനാ മോനെ നീ അപ്പനെ കുറ്റം പറയുന്നത്? അപ്പന്റെ സ്വഭാവം അതായിപ്പോയി. അയ്യോ, ഞാനൊരു കുറ്റവും പറയുന്നില്ലേ. കുറ്റം മുഴുവൻ എന്റേതാ. മക്കള് പഠിച്ചു, പാസ്സായി, ജോലി കിട്ടിയില്ല. എന്നാ അവർക്ക് കാശ് മുടക്കി നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയുണ്ടോ? അതുമില്ല. എന്നിട്ട് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന മക്കളെ കുറ്റപ്പെടുത്തി രസിക്കുക. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയതില് ഒരു മെയിൻ കാരണം അങ്ങനെയുടെ നശിച്ച് ഉപദേശിക്കല. എന്താടാ ഇത്? എന്തൊക്കെയാ നീ അപ്പനെ പറയുന്നത്? അപ്പന് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ മോനെ അങ്ങനെയൊക്കെ പറയുന്നത്? ആ മതി മതി, ഞാൻ പോന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. നിന്റെ സംസാര രീതിക്കൊക്കെ എന്തു മാറ്റമാ. അതങ്ങനെ ആയിപ്പോയമ്മേ. ഇത് കുറച്ച് പണമുണ്ട്, വെച്ചോ. റോസി, നീ ആ പണം കൊടുത്തേ. നിന്നോടാ പറഞ്ഞ ആ പണം കൊടുക്കാൻ. തല്ലാനും കൊല്ലാനും നടന്ന് കൊണ്ടുവരുന്ന പണം മറ്റുള്ളവരുടെ ശാപവും കണ്ണീരും നിറഞ്ഞ പണമാ. ആ പണം ഈ കുടുംബത്തിന് വേണ്ട. ഈ കുടുംബത്തിന് കഴിയാനുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്ന് വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുക, കഴിച്ചിട്ട് പോവുക. പാപക്കറ പുരണ്ട. ഈ പണം ഇവിടെ വേണ്ട. ഇനി അഥവാ എനിക്ക് ആരോഗ്യം ഇല്ലാണ്ടായ അന്തസ്സായിട്ട് പട്ടിണി കിടക്കും. പിന്നെ വലിയ തത്വജ്ഞാനം പറഞ്ഞ് അന്തസ്സായിട്ട് പട്ടിണി കിടക്കുന്നത് ആന കാര്യമൊന്നുമല്ല. മണ്ടത്തരം. ബുദ്ധിയുള്ളവൻ മറ്റുള്ളവരെ പോലെ എന്ത് പോക്കിരിത്തരം കാണിച്ചിട്ടായാലും ജീവിക്കും. കേട്ടോ? ഇവൻ പറഞ്ഞു കേട്ടോടി.
പോക്രിത്തരം കാണിച്ച് ജീവിക്കാൻ പാടുന്ന അത് ഇവിടെ നടക്കില്ല. അതിന് കൂട്ട് ഇവളോ എന്റെ മോളോ ഞാനോ ഉണ്ടാകില്ല. വലിയ ആദർശം പറഞ്ഞ് അവനവനും ഈ പരുവായി, എന്നിട്ടിപ്പോ മറ്റുള്ളവരോട് പറയാ കൂടെ നശിക്കാൻ. അല്ലടാ, ഞാനും നിന്റെ കൂടെ കൂലിത്തല്ലിനിറങ്ങാം. ഈ വക രീതിയിൽ ജീവിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇനി ഈ കുടുംബത്ത് കയറരുത്. അല്ലേലും ഞാനിവിടെ കയറി താമസിക്കാൻ വന്നൊന്നുമല്ല, ഇറങ്ങി പോവാ. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. ഇങ്ങനെ ഒരിക്കലും ശരിയാവില്ല. അന്തസ്സായിട്ട് ജീവിക്കാൻ പണമാ വേണ്ടത്, പണം. അല്ലാതെ സത്യസന്ധമായ കഷ്ടപ്പാടും പുഴുങ്ങി തിന്നിട്ടല്ല. എന്താടാ പറഞ്ഞേ? പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. പ്രഭാഷകൻ 3-ാം അധ്യായം 16-ാം വാക്യം. എന്താടി ഇവൻ എങ്ങനെയായിപ്പോയത്? ഇവൻ എന്താണ് കർത്താവേ ഞാൻ പറയുന്നു മനസ്സിലാകാത്ത? കരയാതിരി, കരഞ്ഞിട്ടെന്തിനാ? അത് തല തിരിഞ്ഞു പോയെന്ന് വിചാരിക്ക. നമുക്കിങ്ങനൊരു മോനില്ലാന്ന് കരുതിയാ മതി. എന്നാലും ഇല്ല. ഇനി നമുക്ക് നമ്മുടെ മോളുടെ കാര്യ വലുത്. ഒരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി വന്നതാ. കല്യാണത്തിന് ഡേറ്റ് തീരുമാനിച്ചെന്ന്. എങ്കി വഴക്കിന് നിൽക്കാതെ അതങ്ങ് ആദ്യം പറഞ്ഞാ പോരായിരുന്നു. ഇനി എന്റെ മനസ്സിലൊന്നുമില്ല. എന്റെ മോളുടെ കല്യാണം നടക്കുന്നവരെ. ആ, എന്തൊക്കെയുണ്ട്? ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷിച്ച്? അല്ല, മോളുടെ കല്യാണം നിശ്ചയിച്ചു. അത് കൊള്ളാലോ. സാറ് എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് മനസ്സിലായില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. സ്ത്രീധനായിട്ട് അധികം ഒന്നും കൊടുക്കാൻ എന്റെ അടുത്ത് ഒന്നുമില്ല സാറേ. എന്തിന്, കല്യാണ ചെലവിന് പോലും. ദേവസി എന്തൊക്കെയാ പറയുന്നത്? ദേവസിയെ പോലെ ഒരാളുടെ അടുത്ത് മോളെ കെട്ടിക്കാൻ പണമില്ലെന്നോ? മകൻ തന്നെ ഒന്നാം തരം കൊണ്ടല്ലേ. അവൻ വിചാരിച്ച ഒരു 3-4 ലക്ഷം രൂപയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സാറേ, ദൈവദോഷം പറയരുത്. അധ്വാനിച്ചുണ്ടാക്കാത്ത ഒരു പണവും ഞാൻ എന്റെ കുടുംബവും കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ വന്ന് ഇറക്കുന്നത് അധ്വാനമാണോ? സാറേ, ഇട്ടീര സാർ എന്നോട് പറഞ്ഞിരുന്നു, നിന്റെ മോളുടെ കല്യാണത്തിന് എന്തെങ്കിലും. അപ്പൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. എനിക്കത് തരാൻ മനസ്സില്ല. കാരണം എന്താണെന്നറിയോ? തന്റെ മോനില്ലേ, എന്താ അവന്റെ പേര്? അതെന്തെങ്കിലും ആവട്ടെ, അവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു. അഹങ്കാരി. കാര്യം ശരി, താൻ എൻ്റെ അപ്പന്റെ ജോലിക്കാരനായിരുന്നു. ആ ഒരു ബന്ധം വെച്ച് 10-25 തന്ന് ഞാൻ തന്നെ സഹായിച്ചേനെ. പക്ഷേ തന്റെ മകനൊരിത്തിരി നെകളിപ്പ് കൂടുതലാ. അതുകൊണ്ട് താൻ ചെന്ന് തന്റെ മകനോട് ചോദിക്ക്, ആ ഗുണ്ടാ നേതാവിനോട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 18-ാം വാക്യം. ചേട്ടൻ ധൈര്യമായിട്ട് കേബിൾ വലിച്ചോ. ഞാൻ ആ ദിവാകരൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഉപകാരം ജോൺസാ. അല്ലെങ്കിൽ 10 മീറ്റർ കേബിൾ വലിക്കേണ്ട അടുത്ത് 250 മീറ്റർ കേബിൾ വലിക്കേണ്ടി വന്നാനേ. ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ശരി എന്നാ. ജോൺസൺ എങ്ങോട്ടാ? ഞാനൊന്ന് വായനശാല വരെ. ശരി എന്നാ. ശരി ശരി.
സാബു, നിനക്കെന്താടാ ആൽബർട്ട് സാർ പറഞ്ഞ അനുസരിക്കാൻ പറ്റില്ലേ? എന്റെ സാബുവിന് ആ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ തമ്മിൽ എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയല്ലടാ ഞാൻ വന്നത്. മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 9-ാം അധ്യായം 6-ാം വാക്യം. എന്ത് പറ്റി? ആരാ ഇത്? നമുക്ക് ആശുപത്രി പോവാം. ഒരു വണ്ടി വിളിക്കാം. ആ ജോൺസാ പോവാം. ജോൺസാ ആശുപത്രി പോവാം. പെട്ടെന്ന് പോവാം. പോവാം. നിക്കടാ അവിടെ. ഇറങ്ങടാ പുറത്ത്. ഞാൻ എന്റെ അമ്മയും പെങ്ങളെ കാണാൻ വേണ്ടി വന്നാ. ഏത് പെങ്ങള്? നിനക്ക് ഇവിടെ അങ്ങനെ ഒരു അമ്മയും പെങ്ങളും ഇല്ല. ഇറങ്ങടാ പുറത്ത്. അമ്മേ, ആരെ കുത്തിക്കൊല്ലാനാടാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എടുക്കടാ നിന്റെ കത്തി. എന്നിട്ട് എന്നെ, നിന്റെ അപ്പനെ, അകത്ത് കിടക്കുന്ന നിന്റെ പെങ്ങളെ എല്ലാം കുത്തിക്കൊല്ലടാ. കുത്തിക്കൊല്ലാൻ. അമ്മേ, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും എന്റെ മനസ്സിൽ ഞാൻ നിന്നെ വെറുത്തിട്ടില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഞാൻ. പക്ഷേ നീ ആ ദുഷ്ടത്തരം ആ ചെറുക്കനോട് ചെയ്തെന്ന് അറിഞ്ഞപ്പോ എന്റെ മനസ്സില് പറയടാ, ആ ചെറുക്കൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തു? ഏത് ചെറുക്കൻ? കഷ്ടപ്പാടിലും ദുരിതത്തിലും അവൻ ഈ കുടുംബത്തിനൊരു ആശ്വാസമായിട്ട് വന്നവനാ. സ്വന്തം പെങ്ങൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ വന്നവനെ തന്നെ നീ കുത്തിക്കീറിയല്ലോടാ മഹാപാപി. അകത്ത് കട്ടിലിൽ കിടക്കുന്ന നിന്റെ പെങ്ങള്, അവളെ എന്ത് പറഞ്ഞാടാ നീ ആശ്വസിപ്പിക്കുന്നത്? ഭാഗ്യം കൊണ്ട് മാത്ര ആ പയ്യൻ രക്ഷപ്പെട്ടത്. എന്റെ മോളോടും ഈ കുടുംബത്തിനോടും എല്ലാം അവനുള്ള സ്നേഹമാ. അതിനേക്കാളൊക്കെ അപ്പുറം അവൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാ നീ ആ കുരുത്തക്കേട് ചെയ്തെന്ന് പോലീസിനോടും അവന്റെ ബന്ധുക്കളോടും അവൻ പറയാതിരുന്നത്. എന്നോട് മാത്രമാണ് അത് പറഞ്ഞത്. നീ ആ മഹാപാപം ചെയ്തെന്ന്. അല്ലെങ്കിൽ നീ ഇപ്പൊ ലോക്കപ്പില്ല. എന്തിനാ നീ ഇങ്ങനെ നശിക്കുന്നത്? നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാടാ ചെയ്തത്? അപ്പാ, മോനെ, അപ്പനെന്താ കൊണ്ടാ? ആനിയുടെ അടുത്തേക്കാ? ആ അവിടെ വീട് പണി നടക്കല്ലേ, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചു. അത് നന്നായപ്പ. അപ്പൻ ചെല്ലേ, വൈകിട്ട് ഞാൻ അമ്മച്ചിയെ കൂടി അങ്ങ് വരാം. എന്നിട്ട് തിരിച്ച് നമുക്ക് ഒരുമിച്ച് വരാം. അല്ല, നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഈ ജോലി അല്ലാതെ? എന്ത് ജോലിയാലും എന്താ അപ്പൻ ചെല്ലേ.
പിന്നെ അപ്പ ഇത് ഞാൻ നല്ലോണം അധ്വാനിച്ചുണ്ടാക്കിയ കാശ ഇത് അവക്ക് കൊടുത്തേരപ്പ. ജോൺസൺ അളിയന് ഇതൊരു സഹായവും. എന്റെ മോനെ അപ്പം ചെല്ലു. അപ്പം പോട്ടടാ. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 3-ാം വാക്യം. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.